കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിഷയം ജയിക്കാൻ 35% മാർക്ക് നേടണം. ഡിസ്റ്റൻസുകാർക്ക് ഒരു വിഷയം തന്നെ 2 പാർട്ടുകളായാണ് പരീക്ഷ നടക്കുന്നത്. ഒന്ന് എക്സ്റ്റേണൽ, 2 ഇൻറ്റേണൽ. OMR ക്വസ്റ്റ്യൻസിനെയാണ് ഇൻറ്റേണൽ എന്ന് പറയുന്നത്. OMRന് ശേഷം വിശദമായി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളടങ്ങിയതാണ് എക്സ്റ്റേണൽ പാർട്ട് എന്ന് പറയുന്നത്. ഇൻറ്റേണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും കൂടെ 35% മാർക്ക് നേടിയാൽ നമുക്ക് വിജയിക്കാം. പക്ഷേ എക്സ്റ്റേണൽ മാർക്കിൽ യൂണിവേഴ്സിറ്റി ഒരു നിബന്ധന വെക്കുന്നുണ്ട്. ആകെ എക്സ്റ്റേണൽ മാർക്കിൻ്റെ 20% നിർബന്ധമായും ലഭിച്ചിരിക്കണം എന്നതാണ് നിബന്ധന. അഥവാ എക്സ്റ്റേണൽ 80 ആണെങ്കിൽ 16 മാർക്ക് കിട്ടൽ നിർബന്ധമാണ്. 16 താഴെയാണ് മാർക്ക് എങ്കിൽ ഫെയിൽഡ് ആവും. ആ 16 മാർക്കും MCQവിന് 19 മാർക്കും ലഭിച്ചാൽ 35 മാർക്ക് നേടാനാകും, അയാൾക്ക് വിജയിക്കാനും കഴിയും. എന്നാൽ ഒരാൾക്ക് 15 മാർക്കും MCQ 20 മാർക്കും ലഭിച്ചാൽ അയാൾ ഫെയിൽഡാണ്. കാരണം എക്സ്റ്റേണൽ അയാൾക്ക് 80 16 കിട്ടേണ്ട സ്ഥാനത്ത് 15 മാർക്കേ ലഭിച്ചിട്ടുള്ളൂ എന്നതാണ് കാരണം. ഇതുപോലെ 60 മാർക്കിൻ്റെ എക്സ്റ്റേണൽ പേപ്പറാണ് ലഭിക്കുന്നത് എങ്കിൽ അതിൽ 12 മാർക്ക് നിർബന്ധമായും ലഭിച്ചിരിക്കണം. 12 മാർക്ക് ചുരുങ്ങിയത് ലഭിച്ചാലേ 60 മാർക്ക് എക്സ്റ്റേണലുള്ള വിഷയങ്ങൾ നമുക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ. ബാക്കി 16 അയാൾ MCQവിലും കൂടി നേടിയെടുത്താൽ ടോട്ടൽ 28 മാർക്ക് അയാൾക്ക് നേടാൻ കഴിഞ്ഞാൽ 60 മാർക്കിൻ്റെ വിഷയത്തിൽ അയാൾ ജയിച്ചിരിക്കും. ഒന്നാമത്തെ സെമസ്റ്ററിൽ 5 വിഷയങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. അതിൽ 2 ഇംഗ്ലീഷ് പേപ്പർ, ഫങ്ഷണൽ ഗ്രാമർ, ലിറ്റ്മോസ്ഫിയർ എന്നീ 2 ഇംഗ്ലീഷ് പേപ്പറുകൾ 60 മാർക്കിലേക്കാണ് എക്സ്റ്റേണൽ മാർക്കുള്ളത്. അപ്പോൾ ഫങ്ഷണൽ ഗ്രാമറിലും ലിറ്റ്മോസ്ഫിയറിലും നിർബന്ധമായും നമ്മൾ 12 മാർക്ക് എഴുതി ഉണ്ടാക്കൽ നിർബന്ധമാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സെക്കൻഡ് ലാംഗ്വേജ് ഈ 3 വിഷയങ്ങളും 80 മാർക്കിലേക്കാണ് വരുന്നത്. ഈ 3 വിഷയങ്ങളിലും എക്സ്റ്റേണൽ മാർക്ക് 16 മാർക്ക് എഴുതിയുണ്ടാക്കൽ നമുക്ക് നിർബന്ധമാണ്. അതോടൊപ്പം MCQ പരമാവധി എത്ര നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുമോ അത്രയും നമ്മൾ സ്കോർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം.